തുമ്പിക്കൈമ ഒരു എല്ല് പോലും ഇല്ല, അറിയാം നിങ്ങൾക്ക്, ഫുൾ മസിലാ. അതുപോലെ നല്ല പവറുണ്ട്. ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ ആൾ തീരും. വെറുതെ ഇങ്ങനെ അട്ടടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാരിയല് മുഴുവൻ ബ്രേക്കായിട്ട് ഉള്ളിൽ കയറിയിട്ട് മരിക്കും. അതായത് നമ്മളിങ്ങനെ മാറിക്കിടാന്ന് പറഞ്ഞ പോലെ ആണ് മാറിക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പറഞ്ഞത്. ഇന്നിപ്പോ രാവിലെയും വഴിയിലൊക്കെ ആന ഉണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണം. തൃശ്ശൂർ ജില്ലയിലെ പാലക്കാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനമേഖല ആണ് നമ്മുടെ ഈ പീച്ചി, വാഴാനി, ചിമ്മിണി വന്യജീവി സങ്കേതങ്ങൾ. ഏകദേശം 243 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് ഇതിന്റെ മൊത്തം ഏരിയ, ചൂലന്നൂരടക്കം കൂട്ടിയിട്ട്. ഇതുപോലെ നിങ്ങളുടെ പോലത്തെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകൾ. അപ്പൊ നേച്ചർ ക്യാമ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നേച്ചർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രകൃതിനെ കുറച്ചുകൂടി അടുത്ത് അറിയാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇരവികുളം ദേശീയോദ്യാനവും സൈലന്റ് വാലി നാഷണൽ പാർക്കും ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ പീച്ചി വാഴാനി വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സാങ്ച്വറി ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് സാങ്ച്വറി. ആ ഒരു മെട്രിയാർക്കാണ് എപ്പോഴും ഈ ഒരു ഹേഡിനെ കൊണ്ട് നടക്കുക. പിന്നെ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഈ കുട്ടികളെ നോക്കണ ഉത്തരവാദിത്വം അതിന്റെ അമ്മേനെ മാത്രമല്ല, ആ ഒരു ഹേഡിന്റെ മൊത്തത്തിലാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന സിബ്ലിങ്സ് ആണ്, അതായത് അതിന്റെ ചേച്ചിമാര്. ഇൻഫ്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് ഒരു 4-5 കിലോമീറ്റർ അകലെ നിൽക്കുന്ന മറ്റൊരു ആനയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് കൂടാണ്ട് വേറൊരു ടീമുണ്ട്, ബാച്ചിലർ ഹെഡ്സ് എന്ന് പറയും. എന്താ ബാച്ചിലേഴ്സ്? മെയിൽസ് 2 തരത്തിലുണ്ട്. ഒന്ന് ടസ്കേഴ്സ് ഉണ്ട്, കൊമ്പന്മാരുണ്ട്. മറ്റൊന്ന് മെക്കനാസ് ഉണ്ട്. മെക്കനാസ് എന്ന് വെച്ചാൽ കൊമ്പില്ലാത്തവരുണ്ട്. 2 പിടിയാനകളും. അപ്പൊ അത് നമ്മൾ പറയും 2 കൊമ്പനാന ആണുകൾ അവരുടെ അണകളാന്ന് പറയും. പക്ഷെ അത് 2 മെയിൽ തന്നെ ആയിരിക്കും. രാത്രി മദ്യപിച്ചിട്ട് ഒരു ലക്കൂല റോട്ടിൽ കിടക്കുക. നിങ്ങളൊന്ന് ആലോചിക്കില്ല, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഒരു മുമ്പിൽ ഞാൻ വന്ന് പെട്ടു. ഭയങ്കര വെഞ്ച് വെക്കണ ജീവിയാണ് ആന. ഉപദ്രവിച്ചാൽ തിരിച്ച് ഉപദ്രവിച്ചിരിക്കും, അതിൽ യാതൊരു തർക്കം വേണ്ട. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആരാണ് ഉപദ്രവിച്ചാൽ അവനെ തന്നെ വന്ന് ഉപദ്രവിക്കും. ചിലപ്പോ ചിലർ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. പക്ഷെ അത് പലയിടത്തുള്ള എക്സ്പീരിയൻസ്. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവന്റെ സ്മെല്ല് അവനെ കിട്ടില്ല. കാഴ്ചയിലൊന്നും അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സ്മെല്ല് അവന്റെ ഉള്ളിലുണ്ടാവും. സ്മെല്ലുള്ള അവനെ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ കിട്ടും. വെൽക്കം ബാക്ക്. പീച്ചി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ കാഴ്ചകളാണ് കേട്ടോ ഈ എപ്പിസോഡിൽ. ഇന്നലെ ഇവിടെ ആനയൊക്കെ വന്നുള്ളതാണ്. ഇന്നലെ ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുകയാണ്. ഇന്നിപ്പോ രാവിലെയും വഴിയിലൊക്കെ ആന ഉണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ബഹളം വെക്കരുത് പോകുമ്പോ. കാട്ടിൽ പോയി പരിചയമുള്ളവരുണ്ടോ ഇല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇല്ലാത്തവരുണ്ട്. അല്ല, മെയിനായിട്ട് ഇതാണ്, മൃഗങ്ങളെ ഇപ്പൊ വല്ല കാണാം, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടരുത്. വാച്ചർമാരുണ്ടാവും, ഞങ്ങൾ സ്റ്റാഫ് ഉണ്ടാവും, അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പോവാ. പ്രത്യേകിച്ച് ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നതാണ്. ഈ വഴിയിൽ മുഴുവൻ ആനപ്പിണ്ടം കാണാൻ നിങ്ങൾ പോകുമ്പോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് പോവുക. ശബ്ദം ഉണ്ടാക്കരുത്. മെയിനായിട്ട് വേണ്ടത് അതാണ്. നമുക്കിപ്പോ ഒരു ആന നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. കണ്ടില്ല, അവര് ബഹളം ഉണ്ടാക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളും ബഹളം വെച്ച് കഴിഞ്ഞാൽ തീരെ അറിയാൻ പറ്റില്ല. അപ്പോ അതൊന്ന് ശ്രദ്ധിച്ച് പോണം. ആനേനൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഷൂ ഇട്ടിട്ടല്ലേ എല്ലാരും വന്നാണ്, അപ്പൊ കുഴപ്പമില്ല. ഇവിടെ പാമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് നോക്കണം. അട്ടി ഉണ്ടാവില്ല, അട്ടിയില്ല. അപ്പൊ മെയിനായിട്ട് ഇത്രയാണ് പറയാനുള്ളത്. ഇനി പീച്ചയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? വനം വകുപ്പ് നടത്തി വരുന്ന ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നേച്ചർ ക്യാമ്പ്. അതായത് പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിനെയാണ് നേച്ചർ ക്യാമ്പ് കൊടുക്കാറ്. കോളേജ് വരെയുള്ള കുട്ടികൾക്ക് നേച്ചർ ക്യാമ്പ് കൊടുക്കും. അത് കൂടാണ്ട് പിന്നെയുള്ള കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ പോലത്തെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ചില ഗ്രൂപ്പുകളായിട്ട് വരുന്ന ആൾക്കാർക്ക്, പത്രപ്രവർത്തകർക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാമ്പുകൾ നടത്തി. അടുത്ത് നമ്മൾ പത്രപ്രവർത്തകർക്കുള്ള ഒരു നേച്ചർ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നേച്ചർ ക്യാമ്പിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നേച്ചർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രകൃതിനെ കുറച്ചുകൂടി അടുത്ത് അറിയാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അടുത്തറിയുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സംഭവത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊരു ഇഷ്ടം തോന്നും. അപ്പൊ നമ്മൾ കാടിന്റെ ഉള്ളിലോട്ട് പോയി കാട് കുറച്ചുകൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാടിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. ആ ഒരു ഇഷ്ടം എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാടില്ലാണ്ട് നമുക്കൊരു എന്താ പറയാ, ഈ കാടില്ലാണ്ട് നമുക്കൊരു നിലനിൽപ്പില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറെയൊക്കെ ഈ കാടുമായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കും.
അപ്പൊ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇരവികുളം ദേശീയോദ്യാനവും സൈലന്റ് വാലി നാഷണൽ പാർക്കും ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ പീച്ചി വാഴാനി വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് പറയാനായിട്ടുള്ള കാരണം 1952 പെരിയാർ വന്യജീവി സങ്കേതം ഡിക്ലെയർ ചെയ്തു. പെരിയാറാണ് ഏറ്റവും പഴക്കം ചെന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നോട്ടിഫിക്കേഷനിൽ ഡിക്ലെയർ ചെയ്ത രണ്ടെണ്ണമാണ്, ഒന്ന് പീച്ചി വാഴാനി, നെയ്യാറും. അപ്പൊ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ്. ഇരവികുളം ദേശീയോദ്യാനം വരുന്നതിന് മുമ്പും സൈലന്റ് വാലി ഒക്കെ നാഷണൽ പാർക്ക് ആക്കുന്നതിന് മുന്നേ തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ സാങ്ച്വറി ആയിട്ടുള്ള ഏരിയയാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. സാങ്ച്വറി ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് സാങ്ച്വറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ നിങ്ങൾ ട്രക്ക് ചെയ്യുമ്പോൾ പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലേക്ക് പോകും. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പാലക്കാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനമേഖല ആണ് നമ്മുടെ ഈ പീച്ചി വാഴാനി ചിമ്മിണി വന്യജീവി സങ്കേതങ്ങൾ. ഏകദേശം 243 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് ഇതിന്റെ മൊത്തം ഏരിയ, ചൂലന്നൂരടക്കം കൂട്ടിയിട്ട്. അതിൽ ചൂലന്നൂർ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 240ഓളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ഈ പീച്ചി വാഴാനി ചിമ്മിണി വന്യജീവി സങ്കേതങ്ങളാണ്. ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്യാമ്പ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കാടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകുന്ന പോലെ തികച്ചും ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ നടക്കുക, അല്ലെങ്കിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുക. പ്രത്യേകിച്ചും നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പണ്ട് ചെയ്തിരുന്നു. അതായത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കര ഒരു കൂവല് പോകും, ഇല്ലേ? നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ കാണാം, ഒരു ഡാമിന്റെ റിസർവയറിലേക്ക് എറിഞ്ഞ് ചുമ്മാ ഒരു കൂവൽ അങ്ങോട്ട് പോകും. അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സന്തോഷം നമ്മൾ ഈ വന്യജീവി സങ്കേതം പോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിനെ കുറച്ച് ലിമിറ്റേഷൻസ് വരുത്തണം. പിന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യരുത്. കുറെയൊക്കെ ക്യാമോഫ്ലാജസ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റർ കളേഴ്സ്, ഇതുപോലത്തെ ഗ്രീൻ കളേഴ്സ് പോലെയുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്തിട്ട് കാടിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാണ്ടായിട്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഇതില് പല ആൾക്കാരും പരിചയക്കാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. അപ്പൊ അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ എപ്പോഴും രണ്ടുപേരായിട്ട് നടക്കാണ്ട് മറ്റുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാടിന്റെ ഉള്ളിൽ പോകുമ്പോൾ കുറച്ചുകൂടി സൈലന്റ് ആയിട്ട് പോകുക. കാരണം സൈലന്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറെ ഒച്ചകളൊക്കെ കേൾക്കാം. ചിലപ്പോൾ എല്ലാ ജീവികളെയും കാണണമെന്നില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മറ്റുള്ള ജീവികൾ ഉണ്ടോ എന്നുള്ള, തൊട്ടടുത്ത് ആന നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് പോകുമ്പോഴാണ് അത് വലിയ എന്തെങ്കിലും കുടിക്കുന്നെങ്കിൽ അതിന്റെ സൗണ്ട് കേൾക്കാനായിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ട്രക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ആനകളുണ്ട്. ഇന്നൊക്കെ ആനകളുള്ള ഏരിയയാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ആന എന്ന് പറഞ്ഞ ജീവിനെ കുറിച്ച് കുറെ പഠിക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. നമ്മൾ ഈ പറഞ്ഞ മനുഷ്യന്മാരുടെ പോലെ ഇമോഷണൽ ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതും, മരിച്ചു പോയിട്ടുള്ള ആനകളുടെ അസ്ഥികൂടത്തിന്റെ അടുത്ത് അവർ ബഹുമാനത്തോടു കൂടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഒരു തികച്ചും മനുഷ്യന്മാരെ പോലെ പ്രവർത്തിക്കുന്ന, അവരെ പോലെ ഇടപഴകുന്ന ഒരു ജീവികളാണ് അവരൊരു. അതിന് മെമ്മറി പവറിലുകൊണ്ടാണ് നമ്മൾ അതിനെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ചട്ടം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റണത്. ഇപ്പൊ ആനയുടെ ഹേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മെയിൻ ആയിട്ട് എലിഫന്റ് ഹേഡ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഓറിയന്റഡാണ്. അതിന്റെ ഒരു ഹേഡിനെ നയിക്കേണ്ട ഒരു മെട്രിയാർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആനയായിരിക്കും, ഏറ്റവും വയസ്സായിട്ടുള്ള ആനയായിരിക്കും. ഈ മെട്രിയാർക്ക് എന്ന് പറയാം, അതിന് മെട്രിയാർക്ക് എന്ന് പറയാം. മെട്രിയാർക്ക് എന്ന് വെച്ചാൽ മുത്തശ്ശി എന്നർത്ഥം. കാരണം ആനേനെ സംബന്ധിച്ച് ആനയ്ക്ക് ഒരു ദിവസം ഏകദേശം 100 ലിറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ 200 ലിറ്റർ വെള്ളം വേണം, 200-250 കിലോ പുല്ല് അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ഭക്ഷണം വേണം. ഒരു ഹേഡ് എന്ന് പറയുമ്പോൾ അത്രയും ആനകൾക്കുള്ള ഭക്ഷണം വേണം. ആ അത്രയും ഭക്ഷണം 365 ദിവസം ഉറപ്പ് വരുത്തണം. അത് ആരും ഉറപ്പ് വരുത്തണം? ഈ മെട്രിയാർക്കിന് ഉറപ്പ് വരുത്താനായിട്ട് കഴിയണം. അപ്പോൾ ഓരോ സീസണിലും വനത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഭക്ഷണം ഉണ്ടെന്നുള്ളതും ഏതെല്ലാം മേഖലകളിൽ വെള്ളം ഉണ്ടെന്നുള്ളതും കറക്റ്റായിട്ട് അറിയണം. ഡ്രൈ സീസണിൽ കാടിന്റെ ഏത് ഭാഗത്താണ് വെള്ളം ഉണ്ടാവുക, ഏത് ഭാഗത്താണ് ഭക്ഷണം ഉണ്ടാവുക, മറ്റുള്ള സീസണുകളിൽ ഏത് ഭാഗത്താണ് വെള്ളം ഉണ്ടാവുക, ഭക്ഷണം ഉണ്ടാവുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ചക്ക ഉണ്ടാവുന്ന സമയത്ത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഉണ്ടാവും എന്നുള്ള കാര്യം ആനക്കൂട്ടത്തിന് അറിയാം. കറക്റ്റ് ചക്ക ഉണ്ടായി ചക്ക പഴുക്കാറാകുമ്പോഴേക്കും ഇവർ വരും. അവർ ആ സമയത്ത് അവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. അവിടെ വെള്ളം ഉണ്ടായിരിക്കും, ചക്ക ഉണ്ടായിരിക്കും, അവർക്ക് ഭക്ഷണം കിട്ടും. കാടിന്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഇവർക്ക് ഓരോരോ മേഖലകൾ നന്നായിട്ട് അറിയാം, ഏത് സമയത്ത് ഏത് മേഖലകളിൽ ഭക്ഷണം ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഈ ഒരു മെട്രിയാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കുറെ നാളുകൾ കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ഒരു മെട്രിയാർക്കാണ് എപ്പോഴും ഈ ഒരു ഹേഡിനെ കൊണ്ട് നടക്കുക. പിന്നെ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഈ കുട്ടികളെ നോക്കണ ഉത്തരവാദിത്വം അതിന്റെ അമ്മേനെ മാത്രമല്ല, ആ ഒരു ഹേഡിന്റെ മൊത്തത്തിലാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന സിബ്ലിങ്സ് ആണ്. അതായത് അതിന്റെ ചേച്ചിമാര് അല്ലെങ്കിൽ ചേട്ടന്മാർ അത്ര കെയർ ചെയ്യില്ല. ചേട്ടന്മാർ കുറച്ച് കുസൃതികളായിരിക്കും, അവരുടെ വഴിക്ക് നടക്കും. ചേച്ചിമാരായിരിക്കും ഇവരെ കെയർ ചെയ്യുക. നമ്മൾ ചില സമയത്ത് ഈ ആനക്കുട്ടികളെ അങ്ങനെ കൊണ്ടു നടക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ അമ്മയാണ്. ശരിക്കും അമ്മയായിരിക്കില്ല, അതിന്റെ സിബ്ലിംഗ് ആയിരിക്കും. അതായത് അതിന്റെ ചേച്ചിമാരായിരിക്കും
ആ അമ്മേരെ തന്നെ മക്കളാവണമെന്നില്ല, മറ്റുള്ള അമ്മമാരുടെ മക്കളായിരിക്കും. പക്ഷെ അവരാണ് കെയർ ചെയ്യുക. അമ്മേരുടെ അടുത്ത് മെട്രിയാർക്കിന് ഒരു കൊച്ചുണ്ടായിച്ചാൽ മെട്രിയാർക്ക് ആയിരിക്കില്ല അതിനെ കെയർ ചെയ്യണമെന്നുണ്ടാവുക. ആ മറ്റുള്ള പെണ്ണാനകളായിരിക്കും അതിനെ കെയർ ചെയ്യുക. പാല് കുടിക്കാനായിട്ട് ഈ അമ്മേരുടെ അടുത്ത് വരുമായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ഇവരൊരു ടീമായിട്ട് തന്നെ നിൽക്കും. മനസ്സിലായില്ല? ഇപ്പൊ ഒരു കൊച്ചിനെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിനെ എന്തോരം എഫേർട്ട് എടുത്താലും അതിനെ അവിടെ നിന്ന് കരകയറ്റി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. ചില സമയങ്ങളിൽ അസുഖങ്ങൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹേഡിനെ അതിനെ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല എന്നുള്ള അത്ര ഉത്തമ ബോധ്യമുള്ള വീക്കായിട്ടുള്ള ആനക്കുട്ടികളെ അവർ ഉപേക്ഷിക്കാറുണ്ട്. അവരതിനെ കൊണ്ടു നടക്കില്ല. കാരണം അതിനെ കൊണ്ടു നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഹേഡിനെ പ്രോപ്പർ ആയിട്ടുള്ള ടൈമുകളിൽ പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ അവർ ഉപേക്ഷിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള ആനക്കൂട്ടം. ഈ ആനക്കൂട്ടങ്ങൾ തന്നെ ചില സമയത്ത് ഭക്ഷണ ദൗർബല്യം വരുമ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ആവും. ഈ ആനകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ മൊബൈലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പോലെ. അതായത് ഇൻഫ്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് ഒരു 4-5 കിലോമീറ്റർ അകലെ നിൽക്കുന്ന മറ്റൊരു ആനയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ ഒരു ആനനെ നിങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ ആനയ്ക്ക് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആനയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് ഇവിടെ കുറച്ച് അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. നമ്മളിവിടെ കാണുമ്പോൾ അവിടെ ഒരു ആനയുള്ളവനെ റെഡിയാക്കാന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവനെ ഈ പറയുന്നവന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ആനകളായിട്ട് ഇൻഫ്രാസോണിക് സൗണ്ട്, അതായത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന വേവ്സിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞിട്ടുള്ള സൗണ്ട് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഭക്ഷണ ദൗർലഭ്യം വരുന്ന സമയങ്ങളിൽ ഇവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റപ്പ് ആവാറുണ്ട്. നന്നായിട്ട് ഭക്ഷണം കിട്ടുന്ന സമയമാകുമ്പോൾ ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ യുണൈറ്റ് ചെയ്തിട്ട് ഒറ്റ ഗ്രൂപ്പ് ആവും. ഇനി ഇത് കൂടാണ്ട് വേറൊരു ടീമുണ്ട്, ബാച്ചിലർ ഹെഡ്സ് എന്ന് പറയും. എന്താ ബാച്ചിലേഴ്സ്? നമ്മളെ കല്യാണം കഴിയാത്ത ആണുങ്ങള് എന്നുള്ളതാണ് ബാച്ചിലേഴ്സ്. അപ്പോൾ ഈ ആനകളില് ഒരു 21-22 വയസ്സിനൊക്കെ മുകളിലായി കഴിഞ്ഞാലാണ് അവരൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെയുള്ള ആനകളായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. അതിന് മുന്നത്തെ സ്റ്റേജിലൊന്നും അവർക്ക് അത്രയും വലിയ ബുള്ളുകളായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മാത്രം പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേജിൽ ഇവരുടെ ഒരു 11-12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ ഗ്രൂപ്പിൽ നിന്ന്, ഫീമെയിൽ ഹെഡ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഇവരാണ് പതുക്കെ പുറന്തള്ളുമ്പോൾ ഇവരെന്തുണ്ടാവും, ഇവര് പുറത്തേക്ക് വന്നിട്ടുള്ള ഈ പറയുന്ന ആനകള് ഒറ്റയ്ക്ക് നടക്കാൻ മാത്രമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടില്ല ഇവര് കാടിന്റെ ഉള്ളില്. അപ്പൊ ഇവരെന്താ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോ ഒരു 3-4 ആനകളുടെ ഗ്രൂപ്പുകളായിരിക്കും. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഗ്രൂപ്പുകളാണ് ഇത് ബാച്ചിലർ ഹെഡ്സ്. ഈ ബാച്ചിലർ ഹെഡ്സ് ആണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. കാരണം ഇവരുടെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറ്റുള്ള വലിയ ആനകളുടെ പോലെ ആനകളായി തീരണമെന്നും അത്രയും പെട്ടെന്ന് വലിയ ആനകളായി തീർന്നിട്ട് വലിയ ബുള്ളുകളായിട്ട് കോമ്പറ്റ് ചെയ്യണം, ആ കോമ്പറ്റ് ചെയ്തിട്ട് അവരുടെ ടെറിട്ടറി ഇവർക്ക് കൈയടക്കണം എന്നുള്ളതാണ് ഈ ബാച്ചിലർ ഹെഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ. അപ്പൊ നിങ്ങൾ നോക്കിയോ, കൃഷിയിടങ്ങളിൽ കൃഷിനാശം വരുത്തുന്നതിൽ ഭൂരിഭാഗം ഈ പറഞ്ഞ പിടിയാനകളായിരിക്കില്ല. ചിലപ്പോൾ അതിൽ മോളാനകൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ പിടിയാനകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ പറയുന്ന ബാച്ചിലർ ഹെഡ്സ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നക്കാര് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ. ഒരു കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു 70% കോൺഫ്ലിക്ട് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഹെഡ്സ് ആയിരിക്കും. ഇനി ആനകളിൽ തന്നെ മെയിൽസ് 2 തരത്തിലുണ്ട്. ഒന്ന് ടസ്കേഴ്സ് ഉണ്ട്, കൊമ്പന്മാരുണ്ട്. മറ്റൊന്ന് മെക്കനാസ് ഉണ്ട്. മെക്കനാസ് എന്ന് വെച്ചാൽ കൊമ്പില്ലാത്തവരുണ്ട്, മോഴാന. പൊതുവെ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്കന എന്ന് പറയുന്ന ആനകൾ സ്റ്റെറൈൽ അല്ല, അതായത് അവർ മേറ്റ് ചെയ്ത കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഈ കൊമ്പനാന ആയാലും കൊമ്പുള്ള ടസ്കർ ആയാലും മെക്കന ആയാലും രണ്ടുപേരും സ്റ്റെറൈലാണ്, അതായത് അവർക്ക് ഫെർട്ടൈലാണ്. അവർ രണ്ടുപേരും മേറ്റ് ചെയ്താലും കുട്ടികൾ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? കൊമ്പനാനകളുടെ എണ്ണം ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമ്പിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ കൊമ്പനാനകളെ വേട്ടയാടിയിരുന്ന സമയത്ത് കൊമ്പനാനകളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ കുറഞ്ഞു പോയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറെയൊക്കെ കുറഞ്ഞ കാരണം കൊണ്ട് കൊമ്പനാനകളുടെ എണ്ണം പതുക്കെ കൂടി വരുന്നുണ്ട്. ഈ കൊമ്പനാനകൾക്ക് മറ്റേ ആനകളെക്കാൾ അഡ്വാൻറ്റേജ് കൂടുതലാണ്. കാരണം ഈ കൊമ്പുള്ള കാരണം കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആനനെ കുത്തിമലർത്താനായിട്ടുള്ള മെക്കന എന്താ ആ ഒരു ഇതിൽ അങ്ങനെ ഉണ്ട്. അവർ 2 ടൈപ്പ് വരും, ജനറ്റിക്കലായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ മെക്കന ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടസ്കർ ആയിരിക്കും. അത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഒന്നല്ല, അവരുടെ ഇൻഡിവിജ്വലിൽ അങ്ങനെ 2 ടൈപ്പും വരും. അപ്പോ ഈ പറയുന്ന ഈ നമ്മളിപ്പോ ചിലപ്പോൾ ഒരു കൂട്ടം കാണുന്ന സമയത്ത് 2 കൊമ്പനാനകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ 2 കൊമ്പില്ലാത്ത ആനകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും 2 കൊമ്പനാനകളും 2 പിടിയാനകളും. അപ്പൊ അത് നമ്മൾ പറയും 2 കൊമ്പനാനകൾ ആണുകള് അവരുടെ അണകളാന്ന് പറയും. പക്ഷെ അത് 2 മെയിൽ തന്നെ ആയിരിക്കും, മെക്കനകളായിരിക്കും. ഇപ്പൊ അരിക്കൊമ്പന്റെ ആ സമയത്ത് ഒരു കഥ നടന്നു, അരിക്കൊമ്പന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായില്ല? അരിക്കൊമ്പന്റെ കുടുംബം എന്ന് പറയാനായിട്ട് അങ്ങനെ പറ്റില്ല നമുക്ക്. കാരണം അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് സക്സസ്ഫുൾ മെയ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അവർ പതുക്കെ സ്ഥലം വിടും. പിന്നെ ഈ
എന്നിട്ട് പറയാം ഈ ആന ഫീമെയിൽ ആന ക്യാരി ചെയ്യണതും അതിന്റെ കുട്ടികൾ ഉണ്ടാവണതും ആ കുട്ടികളെ പോറ്റി വളർത്തുന്നതൊക്കെ ഹേർഡായിരിക്കും. മനസ്സിലായി. ഇവര് മെയ്റ്റിംഗ് ടൈം ആവുന്ന സമയത്ത് ഈ ടസ്കർ വരും. ആ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി മാറിപ്പോവും. ഇവർ മെയ്റ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആനനെ തിരിച്ച് ഹേഡിന്റെ കൂടെ കൊണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ കൊമ്പനാന അവിടുന്ന് വിഡ്രോ ചെയ്തിട്ട് അടുത്ത ഹേഡുകൾ മെയ്റ്റിംഗ് ആയിട്ടുള്ള ഫീമെയിൽസ് ഉണ്ടോ എന്നുള്ളത് സെർച്ചിങ്ങിലായിരിക്കും അവര്. അപ്പോ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അപ്പനാനായിട്ട് നിന്നിട്ട് അമ്മാന നമ്മൾ കുടുംബം നോക്കണ പോലെ ഒന്നും അവർ നോക്കില്ല. അവർ വിട്ട് അവരുടെ അടുത്ത സ്റ്റേജിൽ ചെയ്യും. കാരണം ഒരു മെയിലിന്റെ കീഴിൽ കുറെ ഹേഡുകൾ, ചെറിയ ചെറിയ ഹേഡുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ സിസ്റ്റം അങ്ങനെയാണ് പോണത്. ഈ പേപ്പറിൽ കാണുന്നതൊക്കെ എല്ലാതും ഞാൻ പറയുന്നില്ല. കുറെ കസരത്തായിട്ട് നടന്നു പോയിട്ട് കള്ളു കുടിച്ചിട്ട് ആനകളൊക്കെ കാട്ടിലടയിൽ നിന്ന് പെടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞു വരിക അതല്ല ഞാൻ പറയാം. ഒരുപാട് ആനയുള്ള സ്ഥലമാണ്. രാത്രി ഞാൻ വരുന്ന സമയത്ത് അവിടെയുള്ള കുടികള് അല്ലെങ്കിൽ ആൾക്കാർ ഇന്റീരിയർ ആയിട്ട് താമസിക്കുന്ന ആൾക്കാര് രാത്രി മദ്യപിച്ചിട്ട് ഒരു ലക്കൂലായിട്ട് റോട്ടിൽ കിടക്കുക. നിങ്ങളൊന്ന് ആലോചിക്കില്ലേ? സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. 1 മണി 2 എന്നിട്ട് പറയാം 7 മണി നേരത്തൊന്നല്ല, രാത്രി 12 മണി നേരത്ത് ഇവരനെ ആന ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വാർത്തയിൽ എന്താ ആന ചവിട്ടി കൊന്നല്ലേ അല്ലേ? അങ്ങനത്തെ കേസുകൾ നമ്മൾ എന്തായിട്ട് കാണാൻ പറ്റും? നമ്മളിനി ഇവരോട് അടുത്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മളെ വെക്കട്ടി കയറും. ഇത്ര അടുത്ത് വന്നു, അതൊന്നും ചെയ്യില്ല ആന. അത് അന്ന് മനസ്സിലായി, അതിന് മുന്നേ അറിയേണ്ടതാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ശരിക്കും അവിടെ പേടിച്ചു. കാരണം പെട്ടെന്ന് തിരിയുമ്പോൾ ഇത് ചെറിയ ആന എന്നല്ല, നല്ല കൊമ്പ് ഇങ്ങനെ നീണ്ട് നല്ല ഇങ്ങനെ നിൽക്കുന്ന മുമ്പില് വണ്ടി ഞാൻ അവിടെ വെച്ചു. ഹാർട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ട് ഇടിക്കുന്നുണ്ട്. തലയിറ്റി വീഴാൻ ഭാഗ്യം. വീണാലും ഒന്നും പറ്റില്ലായിരുന്നു. ആന അതോടെ പോവായിരിക്കും. അങ്ങനെ ഉപദ്രവിക്കുന്ന ആളല്ല. സ്റ്റാൻഡ് ഞാൻ അവിടെ ഇട്ടു. വണ്ടിയിൽ നിന്ന് പതുക്കെ പിന്നിലേക്ക് ഇങ്ങനെ നടന്നു. ഞാൻ പോന്നു. ആനനെ കുറച്ചേരം എന്നെ ആനയും പേടിച്ചു. കാരണം പെട്ടെന്ന് വണ്ടി വന്നാൽ ആനയും പേടിച്ചു. അവനിങ്ങനെ കുറച്ചേരം നിന്നു. അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഒരു ഇന്നോവ കാർ വന്നു. നേരിട്ട് കണ്ട കാര്യമാണ്. ഇന്നോവ വന്നു, ആനനെ കണ്ടോടുകൂടി ഇവരുടെ ഫുള്ള് കൺട്രോള് പോയി. ഇവര് വണ്ടി തിരിക്കല് റിവേഴ്സ് അടിക്കുന്നു, പോസ്റ്റും ഇടിക്കുന്നുണ്ട്, അവിടെ ഇടിക്കുന്നുണ്ട്, തിരിഞ്ഞു. അത് കുറച്ചാണ് പോയി. ഇവരൊക്കെ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് ആ തിക്കും തിരക്കെന്ന് മനസ്സിലാവും. അങ്ങോട്ട് പോയി. അപ്പൊ രാത്രി ഈ ആനനൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കാം. അതിലൊന്നും തെറ്റില്ല. ഇവരങ്ങോട്ട് പോയി. കുറച്ചാണ് കഴിഞ്ഞപ്പോ ഈ ആന ഭയങ്കര കാമാന്ന് കണ്ടപ്പോ ഈ ഉള്ളിലിരിക്കുന്നവർക്ക് ധൈര്യം കൂടി. മനസ്സിലായ? ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യം കൂടി. അപ്പൊ ഇവര് പുറത്തേക്ക് വന്നിട്ട് ആനനെ തെറി വിളിക്കാൻ തുടങ്ങി. മാറിപ്പോടാ, നീങ്ങി നിക്കടാ. ആന ഒന്ന് ചാർജ് ചെയ്ത് വന്ന് ഇവരൊക്കെ തീരും. അതുവരെ കാമായിട്ട് നിന്നിരുന്ന ആന ചാർജ് ചെയ്ത് വന്നു. എന്തോ ഭാഗ്യത്തിന് എന്റെ ബൈക്കൊന്നും ചെയ്തില്ല. നേരെ അവരുടെ ചാർജ് ചെയ്ത് അവർ ജീപ്പ് എടുത്ത് പോയി, അല്ലെങ്കിൽ അവർ ഇന്നോവ ആ വണ്ടി എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ബൈക്കുമ്പോ വന്ന് അവന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ പറ, അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ തീരും. ഭയങ്കര വെഞ്ചു വെക്കണ ജീവിയാണ് ആന. ഉപദ്രവിച്ചാൽ തിരിച്ച് ഉപദ്രവിച്ചിരിക്കും. അതിൽ യാതൊരു തർക്കം വേണ്ട. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആരാണ് ഉപദ്രവിച്ചത് അവനെ തന്നെ വന്ന് ഉപദ്രവിക്കും. ചിലപ്പോ ചിലർ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. പക്ഷെ അത് പലയിടത്തുള്ള എക്സ്പീരിയൻസ്. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവന്റെ സ്മെല്ല് അവനെ കിട്ടില്ല. കാഴ്ചയിലൊന്നും അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സ്മെല്ല് അവന്റെ ഉള്ളിലുണ്ടാവും. സ്മെല്ലുള്ള അവനെ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ കിട്ടും. ഭൂരിഭാഗം ഈ ആൾക്കാരെ പെടണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെക്കും. അവൻ അതിന്റെ അരിശത്തിൽ നിൽക്കുന്ന നേരത്തെ ആരെങ്കിലും ചെന്ന് അതിന്റെ മുമ്പിൽ നിന്ന് പെടും. അവൻ തീരും. ബേസിക്കലി നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഇതൊന്നും അറിയാത്തവനാണ് വന്ന് പോണത്. കുപ്പി എറിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. മനസ്സിലായി? ഇതാണ് ഭൂരിഭാഗം സ്ഥലത്ത് നടക്കുന്നത്. പറയണതിൽ വളരെ സങ്കടമുണ്ട്. ചിലയിടത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ കൃഷിനാശം കാര്യങ്ങളൊന്നും ഞാൻ അതിനൊന്നും പറയാനായിട്ടില്ല. അത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ ഓരോ ടീമുകൾ ആനകൾ വരും, ബാച്ചായിട്ട് വരും. അവർ വന്നിട്ട് റൈഡ് ചെയ്യും, അവർ പോവും. അതെന്താ കഴിഞ്ഞാൽ അവർക്ക് ഹൈ റിസ്ക് ഹൈ ഗെയിൻ ആണ്. നമ്മളെ പോലെ തന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുള്ള രീതിയിൽ ആനകൾക്ക് കൂടുതൽ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കലോറിയുള്ള ഭക്ഷണം കഴിക്കാം. മാക്സിമം അവനെ എന്താ പറയാ ഹെൽത്തി ആയി മാറാനായിട്ട് പറ്റും. നാളെ ഇവനെ ചെന്ന് കഴിഞ്ഞാൽ ആരും പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നില്ല. മാട്രിമോണിയല് ഫൈറ്റ് ചെയ്തിട്ട് അവന്റെ പവർ കാട്ടിയാൽ മാത്രമാണ് അവനെ വെയിറ്റിംഗ് റൈറ്റ്സ് കിട്ടുള്ളൂ. അപ്പൊ അവനെ എന്താണ് അവന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഹെൽത്തി ബുള്ളായി മാറുക എന്നുള്ളതാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ കുറച്ച് റിസ്ക് എടുത്തിട്ട് കുറച്ച് നമ്മുടെ കരിമ്പും കാര്യങ്ങളൊക്കെ തിന്നും. അപ്പൊ അവൻ കാട്ടിൽ ഒരു 200-250 കിലോ തിന്നുമ്പോൾ കിട്ടുന്ന സാധനം അവർക്ക് ഒരു 50 കിലോന്ന് കിട്ടും. നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന പോലെ. അത് ആ റിസ്ക് അവൻ എടുത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഇഷ്യൂസ് കുറെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒറ്റ പ്രശ്നമായിട്ടാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് പ്രശ്നം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നമ്മൾ ആനയുടെ കാലിന്റെ ഇടയിൽ പെടുന്നു. നിങ്ങൾ കാടിന്റെ ഉള്ളിൽ നടന്നിട്ട് ആനയുടെ കാലിന്റെ ഇടയിൽ എത്ര പേര് പെട്ടിട്ടുണ്ടാവും? ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ 8% വനങ്ങളാണ്. ഇത് സംരക്ഷിക്കാനായിട്ട് ഏകദേശം 4000-ൽ കൂടുതൽ വനവകുപ്പ് ഉദ്യോഗസ്ഥര് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
ഈ ആനേനെ ഓടിപ്പിക്കുമ്പോഴും ഇതിനെ പടക്കം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഓടിപ്പിക്കുമ്പോഴും അല്ലാണ്ട് കാടിന്റെ ഉള്ളിൽ ആനേനെ കാലിന്റെ ഇടയിൽ പെട്ടിട്ടുള്ള എത്ര പേരുണ്ടാവും? ഒരു 10 കൊല്ലത്തെ കണക്ക് നിങ്ങൾ എടുത്തു. ഈ ആനനെ ഓടിപ്പിക്കുമ്പോൾ പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയപ്പെടുത്തിയിട്ട് അവനെ ഓടിപ്പിക്കുന്ന സമയത്ത് അവൻ ഓടിച്ചെല്ലുന്ന സമയത്തായിരിക്കും വേറൊരാൾ നിൽക്കുന്നുണ്ടാവുക. ആ ദേഷ്യം അവിടെ തീർക്കും, പോവും. ഈ ഒരു ഫാമാണ്. അപ്പൊ അവിടെ ആനകൾ വരും, കാടിനോട് ചേർന്നിട്ടാണ്. ഞാനന്ന് വനം വകുപ്പിലൊന്നല്ല, പക്ഷെ ഫോറസ്റ്റായിട്ട് ഇഷ്ടമുള്ള, അതായത് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ വനമായിട്ട് കുറച്ച് അടുത്ത് ഇങ്ങനെ നിങ്ങളുടെ പോലെ ഇതുപോലെയൊക്കെ കാടിൻ്റെ ഉള്ളിൽ അവസരം കിട്ടി കഴിഞ്ഞാൽ പോയി കയറാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ ആനകൾ വരും. അപ്പൊ ആനകൾ വരുമ്പോൾ സാധാരണ എന്താണെന്ന് കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഇഞ്ചിയും മഞ്ഞളുമാണ്. ബഡ് എടുത്തിട്ട് കൃഷി ചെയ്യുക. ബഡ് എന്ന് വെച്ചാൽ അറിയില്ല, ഇങ്ങനെ നീളത്തിന് എടുക്കും, അതിന്റെ ഇടയിൽ നടവഴി ഉണ്ടാവും, നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നടവഴി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആനകൾ വരുമായിരുന്നു അവിടെ. അപ്പൊ ആനകൾ വരുമ്പോൾ നമുക്ക് തന്നെ അതിശയാണ്. കാരണം ഇത് ഈ ബെഡിലൊന്നും ചവിട്ടില്ല, കറക്റ്റ് ഈ വരമ്പ് കൂടി നടന്നു പോവുക. അവന്മാർക്ക് നടന്ന് അവിടെ പോകണം. കുറച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വന്നിട്ട് കുറച്ച് തേങ്ങിയിടും, 4-5 പട്ട പൊലിച്ചിടും, ഒരു തെങ്ങ് കുത്തിമറിച്ചിടും, ഇളകി നിൽക്കുന്ന തെങ്ങുകൾ കുത്തിമറിച്ചിട്ട് അത് തിന്നും, അവനങ്ങോട്ട് പോവും. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആന വരില്ല എന്ന് കണ്ടു. നമ്മൾ ജനറലായിട്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആന തുമ്പിക്കൈ വെച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഈ മുളക് എരിയുമ്പോൾ ആന തിരിച്ചു പോകും. സംഭവം ശരിയാണ്. കാരണം ഭയങ്കര സെൻസിറ്റീവ് അതിന്റെ ഈ പറയണ ഈ തുമ്പിക്കൈമ ഒരു എല്ല് പോലും ഇല്ല, അറിയാം നിങ്ങൾക്ക്, ഫുൾ മസില. അതുപോലെ നല്ല പവർ ഉണ്ട്. ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ ആൾ തീരും. വെറുതെ ഇങ്ങനെ കട്ടടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാരിയല് മുഴുവൻ ബ്രേക്കായിട്ട് ഉള്ളിൽ കയറിയിട്ട് മരിക്കും. അതായത് നമ്മളിങ്ങനെ മാറിക്കിടാന്ന് പറഞ്ഞ പോലെ ആണ് മാറിക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പറഞ്ഞത്. അപ്പോ ഇങ്ങനെ വന്നപ്പോ നമ്മൾ എന്താ എന്നാൽ കുറച്ച് കാര്യം അവിടെ ഇഷ്ടംപോലെ മുളക് കിട്ടും. കാരണം അവിടെ ചില്ലി സാധനങ്ങളൊക്കെ അതിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്നൊരു കാര്യം ബൗണ്ടറിയിലെ കുറച്ച് മുളക് പൊടി, ആന വരണ വഴികൾ നമുക്കറിയാലോ, അവിടെ കുറച്ച് മുളക് പൊടി ഇട്ടുള്ള പറഞ്ഞാൽ മുളക് പൊടി ഇട്ടു. ആന വന്നു, മുളക് വലിച്ചു, മൂക്കിപ്പൊടി വലിച്ച പോലെ ആനയ്ക്ക് നല്ല ദേഷ്യം വന്നു. ആന എന്ത് ചെയ്തു? അതുവരെ ഇങ്ങനെ പരമ്പ് മൂടിയൊക്കെ നടന്നു പോയിരുന്ന ആള് അങ്ങോട്ട് ഒരു തീരുമാനാക്കി കൊടുത്തു. ഒരു 25 ലിറ്ററിന്റെ 25,000 ലിറ്ററിന്റെ ഒരു 5 ടാങ്ക കുത്തി പൊളിച്ചിട്ടു, ഒരു 10-30 തെങ്ങ പറിച്ചിട്ടു, ആ ആക്സഷന്റെ 2-3 കമ്പും കാലൊക്കെ ഒടിച്ചിട്ടു. അതുവരെ പോയിട്ട് 2 തെങ്ങ് പോയിടുന്ന മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നമ്മൾ അശാസ്ത്രീയമായിട്ട് ഇതിനെ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരിക്കലും അല്ല, ഇത് വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് കാട്ടിൽ നിന്ന് മാറി നിന്നോ അന്നോട്ട് ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ വന്നിട്ടുള്ളതല്ല. അത് മനുഷ്യനെന്നും ഉത്ഭവിച്ചു, അന്നോട്ട് ഈ പ്രശ്നങ്ങളുണ്ട്, അത് ഇന്നും ഉണ്ടാവും. ഇനിയിപ്പോ ചിലർ വന്നിട്ട് പറയും നാളത്തോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നു. ഒരിക്കലും തീർക്കാൻ പോകുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ തീരണം, അല്ലെങ്കിൽ വന്യജീവികൾ മൊത്തത്തിൽ തീരണം. പക്ഷെ ഈ വന്യജീവികൾ മൊത്തത്തിൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അധികം നാൾ മുമ്പിലേക്കും ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പൊ ഈ പ്രശ്നം എന്നും ഉണ്ടാവും. എപ്പോഴും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ എന്ന് പറയാം. മിറ്റിഗേഷന്റെ വാക്കിന്റെ അർത്ഥം എന്താ? ലഘൂകരിക്കുക. ലഘൂകരിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നല്ല, കുറയ്ക്കുക. അപ്പൊ അതിൽ കുറയ്ക്കണ സമയത്ത് കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, കുറച്ച് സ്ഥലത്ത് വന്യജീവികളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല? അല്ലാണ്ട് അതിനൊരു സ്ഥിരമായിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ, കുറെ ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്.